നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് നടക്കാൻ പോകുന്നത്, റിലേഷൻഷിപ്പിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത് അതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും, പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്, അതുപോലെ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഓറക്കൽ മെസ്സേജ് ഇന്ന് ലാസ്റ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ടാണ് ഓറക്കൽ മെസ്സേജ് വരാൻ പോകുന്നത്. അപ്പോൾ 3 ജപമാലയാണ് എടുത്തേക്കുന്നത്. 1 2 3 കേട്ടോ. 3 ജപമാല എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ജപമാലയുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് 2, ഇത് 3. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഭഗവാനെ ഓക്കെ. ആദ്യത്തെ റീഡിങ്ങിൻ്റെ ആദ്യത്തെ ചോദ്യം ഓവറോൾ എനർജി എന്താണ് നിങ്ങൾ തമ്മിലുള്ള, നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി. അയ്യോ, 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണല്ലോ വന്നത്. എല്ലാം റിവേഴ്സാണോ? ഇല്ല, എല്ലാം റിവേഴ്സ് അല്ല. അപ്പോൾ അതങ്ങനെ വന്നതാണ്. ഇല്ല, പക്ഷെ ഒട്ടുമിക്കം റിവേഴ്സാണ്. അപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് എടുക്കാം. എല്ലാം നന്നായി വരട്ടെ. 10 ഓഫ് കപ്സ് ആണ് ഞാൻ ആക്കുന്നത്. ഇത് 10 ഓഫ് കാരണം ഇതെല്ലാം റിവേഴ്സ് ആയിരുന്നു. ഒരെണ്ണം 2 എന്തോ അപ്രൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അപ്രൈറ്റ് ആക്കിയപ്പോൾ നിങ്ങളുടേതും അപ്രൈറ്റ് ആക്കി. ഇത് അപ്രൈറ്റ് വരേണ്ടതായിരുന്നു, ഞാൻ പിടിച്ചതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ. ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, നല്ല ജോലി, നല്ല ഹെൽത്ത്. ഒരു പ്രശ്നം വെച്ചാൽ അധികം പ്രശ്നങ്ങൾ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും, ജീവിതമല്ലേ. ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, 90% ഓക്കെയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ് സിറ്റുവേഷനിൽ കേട്ടോ. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം എന്നില്ലല്ലോ അല്ലേ. എപ്പോഴും പോസിറ്റീവ് ആവാം, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇടയ്ക്ക് നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മൾക്ക് പക്ഷേ നെഗറ്റീവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പോസിറ്റീവ്സ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അത് എൻജോയ് ചെയ്തങ്ങ് പോകും. പക്ഷെ നെഗറ്റീവ് തുടങ്ങുമ്പോഴേ അയ്യോ എല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. 3 ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സും 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ്. 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. 2 പേരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കേട്ടോ. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഫ്രണ്ട്സ് ആയിരുന്നവർ വിവാഹം കഴിച്ചായിരിക്കാം, ഇപ്പോൾ ഹാപ്പിയാണ്. ഓവറോൾ എനർജി നിങ്ങൾ 2 പേരും ഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ കേട്ടോ. അപ്പോൾ കൂടുതലും ഇമോഷൻസ് ആണ് ഇവിടെ വരുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി. ആക്ഷൻ. 2 പേരും അവരുടേതായ ജോലിയിൽ മുഴുകിയിരിക്കും. 2 പേരും വർക്കിംഗ് ആയിരിക്കാം. 2 പേരും ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്ന 2 പേരാണ്. ഞാനായിട്ട് പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് 2 പേരും 100% ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഓവറോൾ എനർജി അതാണ്. ഹാർട്ട് ബ്രേക്ക് ഉണ്ടല്ലോ, എന്ത് പറ്റി? നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? ഇവിടെ ഒരു 3 ഓഫ് കപ്സ് കണ്ടു. അത് ഞാൻ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം നല്ല ജോളി അടിച്ച് എല്ലാം കൊണ്ടും നല്ല ഫ്രണ്ട്സ് പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള 2 പേരാണെന്ന് ഇതിലാണ് എടുത്തത്. ഓ, പിന്നെയും സ്വേർഡ്സ്. സീക്രറ്റ്സ് ആണ്. സീക്രറ്റ്ലി ആരാണ് ഹാർട്ട് ബ്രോക്കൺ ആയത്? ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഹാർട്ട് ബ്രോക്കൺ ആയതാണോ, ഇനി വേറെ റിലേഷൻഷിപ്പിൽ ഹാർട്ട് ബ്രോക്കൺ ആയതാണോ അല്ലേ? സീക്രറ്റ്സ് ആണ് കാണിക്കുന്നത്. സീക്രറ്റ്സ് ആയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആർക്കും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ഹാർട്ട് ബ്രേക്കാണിത് കേട്ടോ. ഹാർട്ട് ബ്രേക്കിന് ക്ലാരിഫൈ ചെയ്യുന്ന ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. എന്താ കാരണം ചോദിക്കണമല്ലോ നമ്മൾ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നത്? സീക്രട്ടായ ഹാർട്ട് ബ്രേക്കാണ്. ഓക്കെ, അതിനകത്ത് ഫീമെയിൽ എനർജി ആണോ അതോ മെയിലിൻ്റെ ഉള്ളിലുള്ള ഫീമെയിൽ എനർജി?
മനസ്സിലായോ? ഒരു ആണിന് പെണ്ണുങ്ങളുടെ സ്വഭാവമുള്ള ആണുങ്ങളുടെ സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആണുങ്ങളുടെ സ്വഭാവമുള്ള പെണ്ണായിരിക്കാം, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ സ്വഭാവമുള്ള ആണായിരിക്കാം. ആരോ ഒരാൾ ഇവിടെ ഒരു ഉടക്കി നിൽക്കുന്നുണ്ട്, ചെറിയൊരു ഉടക്ക്, മുഖം തിരിച്ച് നിൽക്കുന്ന. എന്നോട് മിണ്ടണ്ട, അതിൻ്റെ സത്യം അറിഞ്ഞിട്ട് എന്നോട് മിണ്ടിയാൽ മതി. കരഞ്ഞു കാണിക്കുന്നു, വീട്ടുകാർ വന്ന് സംസാരിക്കുന്നു, ഓരോ രക്ഷയില്ല. അപ്പോൾ ഇതിനകത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ഇല്ല. അപ്പോൾ ഇത് വലിയ ഇതൊന്നുമല്ല, ഇതൊരു ബാലൻസ് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തോ ഒരു കാരണം, ഇപ്പോൾ രണ്ടുപേരും ഈക്വൽ എനർജി ആകുമ്പോൾ ഒരാൾ മറ്റേ ആൾക്ക് വഴങ്ങി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ, നീ ഇത് ഡ്രസ്സ് ചെയ്യണം, എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ വണ്ടി ഓടിക്കാം, നിങ്ങൾ എന്തിനാ എപ്പോഴും വണ്ടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ മേജറായിട്ടുള്ള കാര്യമൊന്നും കാണിക്കുന്നത്. പക്ഷെ അത് വലിയൊരു ഹാർട്ട് ബ്രേക്കിലിരിക്കുമ്പോൾ വാക്ക് തർക്കം മൂത്ത് ഭയങ്കരമായിട്ടുള്ള അടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരണം. ഇതാണ് ആരോ പറഞ്ഞത്, മറ്റേയാൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി, ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് വിചാരിച്ചു. രണ്ടുപേരും വാട്ടർ സൈൻ ആണെങ്കിൽ ഓവർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും രണ്ടുപേരും സംസാരിക്കുക, മനസ്സിലായി? അതുകൊണ്ടാണ്. ഇപ്പോൾ സാജിറ്റേറിയസ് ഉണ്ട്, ഇവിടെ ക്യാൻസർ ഉണ്ട്, ഇത്രയാണ് ഉള്ളത്. ഇതുകൊണ്ടുള്ള ഹാർട്ട് ബ്രേക്കാണ്. പക്ഷെ വലിയ ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല കേട്ടോ. 5 of Cups അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം. ഒരാൾ അത് ഓർക്കുന്നേ ഇല്ല എന്താ കാര്യമെന്ന്, മറ്റേ ആൾ പക്ഷെ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇതിനൊരു തീരുമാനമായിട്ട് മതി ഇനി നമ്മളുടെ സംസാരം എന്നൊക്കെ പെട്ടെന്നൊരിത്, മനസ്സിലായോ? എന്താണ് നടക്കാൻ പോകുന്നത്? എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്? എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്? റിലേഷൻഷിപ്പ് ഒന്നും പോകാൻ പോകുന്നില്ല. പക്ഷെ ഒരു ചിലപ്പോൾ നിങ്ങളിത് സോൾവ് ചെയ്തിട്ട് മുമ്പോട്ട്, ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പാഠങ്ങളാണിത്, പാഠങ്ങളും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ലൈഫുമായിട്ട്. അതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് സോൾവ് ആകും, ആർക്കും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ സോൾവ് ആകും എന്നാണ് കാണിക്കുന്നത്. ഒരാളെ ഇറങ്ങിപ്പോകുന്ന കാര്യമൊക്കെ പക്ഷെ എന്നാലും ആൾക്ക് ഇറങ്ങിപ്പോകാൻ ധൈര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇറങ്ങിപ്പോകണമെന്നൊക്കെ വിചാരിക്കുന്നു, പേടിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇറങ്ങിപ്പോകാൻ ധൈര്യമില്ല. കാരണം ഇവിടെ ഭയങ്കര 10 of Cups പിന്നെയും വന്നേക്കുന്നുണ്ടോ, ഭയങ്കര ഹാപ്പിയാണ്. 2 of Cups ആണ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ലവ് മാരേജ് ആണ്, ഭയങ്കര സ്നേഹമാണ്, ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഒരാൾക്ക് മറ്റേ ആളെ, ഇത്ര ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വെറുതെ പുറംപൂച്ചാണ്, ഒരു ഈഗോയുടെ പുറത്തുള്ളതാണ്, തന്നെത്താനെ മാറിക്കോളും, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇവിടെ ചാരിയറ്റ് കാണിക്കുന്നുണ്ട്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിൽ പവറുള്ള, ചില സമയത്ത് നമ്മൾ മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളുണ്ട്, മനസ്സിലായോ? അവരുടെ മൂഡ് അനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറണം ചില സമയത്ത്. അത് നമുക്ക് സമയമുണ്ടോ, അപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക, മനസ്സിലായോ? അപ്പോൾ കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് പറയാം, അല്ലാതെ വളഞ്ഞ വഴിക്ക് പറഞ്ഞ് നീ അറിഞ്ഞില്ല, ഞാൻ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു, എനിക്ക് വയ്യെങ്കിൽ വയ്യെന്ന് പറയുക, അല്ലേ? നമ്മൾ ഗണിച്ചെടുക്കാൻ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ചില പ്രശ്നം, ഇത് സോൾവ് ആവുന്ന പ്രശ്നമാണ്. ക്യാൻസർ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞു ബാക്കി. എന്താണ് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് നിങ്ങൾക്കുള്ളത് ഭഗവാനെ? യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്ത് അഡ്വൈസാണ് തരാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനെ? എന്ത് അഡ്വൈസാണ് ഇവിടെ തരാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും എപ്പോഴും സന്തോഷമാകുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ ഈ സിനിമ ഇതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു മഹാനോട് ചോദിച്ചപ്പോൾ ആ മഹാൻ പറഞ്ഞത് എരിവും പുളിക്കും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം, നമ്മളുടെ ജീവിതത്തിൽ ഒരു ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഒരു എരിവും പുളിക്കും വേണ്ടിയിട്ട് ദൈവം ഓരോ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് ഭഗവാൻ തരാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ ആലോചിക്കുക. ഭഗവാനെ എന്ത് അഡ്വൈസ്? ആലോചിച്ച് തരേണ്ട ഒരു അഡ്വൈസാണ്. കാരണം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓരോരുത്തരും അവരുടെ ഈഗോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്ത് മോറക്കൽ മെസ്സേജാണ് വരിക നോക്കുക ഈ സിറ്റുവേഷനിൽ ഭഗവാനെ? നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ എണ്ണം മറിഞ്ഞില്ല, കുറേ എണ്ണം മറിഞ്ഞിട്ടുണ്ട്. മറിഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, ആദ്യത്തത് ശിവാജം. അപ്പോൾ രുദ്രമന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത്. എന്തിനാണ്? നിങ്ങളുടെ ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രുദ്രമന്ത്രം. ഏതാണ്? ഓം നമോ ഭഗവതേ രുദ്രായ, അത് ജപിക്കണം എന്നാണ് പറയുന്നത് ആദ്യത്തെ. പിന്നെ നിങ്ങളൊരു വഴിത്തിരിവിലാണ്, അപ്പോൾ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് വേണം നല്ല വഴി തിരഞ്ഞെടുക്കാനായിട്ട്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, പലരുടെ റീഡിംഗ് ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴി ദൈവമായിട്ട് തുറന്ന് നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് എന്താ നിന്ന് നിന്നു അതല്ല, ഫ്രഷ് ആയിട്ട് നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നതിനുള്ള വഴിയെല്ലാം ഗണപതി ഭഗവാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറയില്ലേ, ഇന്നർ വോയിസ്, അതിനെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവണം എന്നാണ് പറയുന്നത്. അത് ഇഗ്നോർ ചെയ്യരുത്. ദൈവത്തിൻ്റെ ഗുഡ് ഫോർച്യൂൺ, നിങ്ങൾക്കൊരു നല്ല ദൈവത്തിൻ്റെ എപ്പോഴും ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, ഞാൻ പുതിയ ജോലി പുതിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ സാക്രിഫൈസ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക, സാക്രിഫൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ആൾക്കാർ കാര്യങ്ങൾ തുടങ്ങിയിട്ട് മുടങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് ഡിലേയ്സ് വരുന്നത് നിങ്ങളുടെ ടൈം ആയിട്ടില്ല നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ ആളുമായിട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടരുത്. പിന്നെ പറയുന്നത് ക്ഷമ, നല്ലോണം ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് ക്ഷമ വേണ്ട സിറ്റുവേഷനാണത്. പിന്നെ നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. പ്രശ്നങ്ങളല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, അതിനുള്ള സൊല്യൂഷനുകളെ കുറിച്ചാണ് ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ടാണ് അന്വേഷിക്കുകയും വേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയുമാണ് ഫസ്റ്റ് റീഡിങ്ങിൻ്റെ ഓറക്കിൾ മെസ്സേജ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റീഡിങ്ങിലേക്ക് പോവാം. ഇതെനിക്ക് റിക്വസ്റ്റ് ചെയ്ത് വന്ന റീഡിംഗ് ആണ് കേട്ടോ. ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഈ റീഡിങ്. ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, ഇത് പേഴ്സണൽ റിക്വസ്റ്റ് വന്നതാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജപമാല കേട്ടോ. അപ്പോൾ ഈ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇതിലെ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഇതിനൊരു പൂച്ചക്കുട്ടി വണ്ടിക്കടിപ്പോയില്ല. നിങ്ങളെല്ലാം ലൊട്ടിലൊടുക്ക് പൊട്ട് കൊടുക്കുന്നതൊക്കെ പിടിച്ച്, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പ് റോഡാണ്, വലിയ വലിയ വണ്ടികൾ പോകുന്നത്, അതിൻ്റെ നടുക്കൊക്കെ പോയി ഫോൺ അടിച്ചാൽ മാറില്ല. നിങ്ങൾ ചെറുതുങ്ങളല്ലേ. ഒരെണ്ണത്തിന് ഇന്ന് വണ്ടി കയറി, എന്നിട്ട് ഞാനിപ്പോൾ കുളിച്ചിട്ടു. കഷ്ടമാണ്. എന്താണെങ്കിലും മനുഷ്യനല്ലെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സാധനം കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഒരാൾ പോണ പോലെയാണ്, ഒരു അന്ത്യകർമ്മം ചെയ്യുന്ന പോലെയാണ്. നമ്മളത് ചെയ്യുന്നില്ലെന്ന് മാത്രം. അപ്പോൾ രണ്ടാമത്തെ ആൾക്കാരുടെ ഓവറോൾ എനർജി, രണ്ടുപേരും ദേഷ്യത്തിലാണോ? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും പേജ് ഓഫ് പെൻറ്റക്കിൾസും അപ്രൈറ്റ് ആണ്. അപ്പോൾ ഇത് ഒരു വന്നതാണ് ഇങ്ങനെ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് വാൻസും ആണ്. രണ്ടുപേരും ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഒരാൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ ഒരാൾ ജോലി എടുക്കുന്നു, മറ്റേ ആൾ ജോലി എടുക്കുന്നില്ല, വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്. അതാണായാലും പെണ്ണായാലും നിൽക്കുന്ന ഒരു എനർജി ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ അതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ അകന്ന് നിൽക്കുമായിരിക്കും, നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മറ്റേ ആൾ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, മെയിൽ എനർജി. ഫീമെയിൽ എനർജി എന്ന് പിന്നെ ഞാൻ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചിട്ടേ ഇനി തിരിച്ചുള്ളൂ. ഡിവോഴ്സും നടന്നിട്ടില്ല, പക്ഷേ ഈ ഒരു എനർജിയിലാണ്. എനിക്കിപ്പോൾ സൗകര്യമില്ല, ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന് എനിക്ക് മതിയായി. ഏത് നേരവും എന്തെങ്കിലും കാര്യത്തിന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനൊരു മടി. ഞാൻ സ്ത്രീധനം തന്നല്ലേ, പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സ്ത്രീധനം പറയുകയോ ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്ത് തെറ്റാണ്. ഇത് ഞാൻ പണ്ട് നമ്മൾ മേടിക്കുകയെന്നല്ല, ഗിഫ്റ്റെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത് ഓക്കെ, ആ ഒരു സിറ്റുവേഷനൊക്കെ ഡയലോഗ്സൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ഗൗരവത്തിലാണ് കേട്ടോ, ഭയങ്കര വാശിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന ഒരാൾ മെയിൽ എനർജിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫീമെയിൽ എനർജി എന്നാൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനമായിട്ട് ഇനി നമുക്ക് സംസാരിക്കാം. അതുവരെ നമ്മൾ തമ്മിൽ മിണ്ടാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ മറ്റേ വീട്ടിലേക്ക് ഞാൻ താമസം മാറുകയാണ്. ഇപ്പോൾ കൊച്ചും പിറങ്ങിനിയൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും നോ കോൺടാക്റ്റ് അല്ലെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു അകൽച്ചയുണ്ട്.
തിരിച്ചു വരുമോ, ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് രണ്ടു പേർക്കും അറിയില്ല. ഇത് അവസാനിക്കുമോ എന്നൊരു പേടി രണ്ടു പേർക്കുണ്ട്. അത് രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ടില്ല എന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, വെർഗോ ഇത്രയുമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ തമ്മിൽ? കിങ് ഓഫ് വാൻസ് റിവേഴ്സാണ്. കിങ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ദേഷ്യം ഒരാൾക്ക് കേട്ടോ. ഇങ്ങനെ നടന്നതിൽ ചിലപ്പോൾ തന്നോട് തന്നെ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആളോട് ദേഷ്യം. കാരണം ഒന്നിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ കുറച്ച് ഇത് മെയിൽ എനർജിയാണ് കാണിക്കുന്നത്, കുറച്ച് യങ്ങിഷ് എനർജിയാണ്. പക്ഷേ ഇത് ഭയങ്കര ഹാപ്പി ഗോ ലക്കി ആയിട്ട് നടന്ന ഒരു എനർജിയാണ്. പക്ഷേ ആ ഹാപ്പി ഗോ ലക്കി നടന്നപ്പോൾ അതിനിടയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതാണ് ഇത് ഇവിടം വരെ എത്തിയത്. എന്തായാലും കണ്ടീഷൻ ഔട്ട്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ലാക്ക് ഓഫ് ലോങ് ടേം. പക്ഷേ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ശരിയായോ? ഞാൻ ഇത്രയും കഠിനമായിട്ട് ഈ സിറ്റുവേഷന് വേണ്ടി, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് വെറുതെ അടിപിടി ബഹളം പ്ലാൻ ചെയ്തതൊന്നും നമ്മൾക്ക് സക്സസ്ഫുൾ ആയില്ല. ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തത് എങ്ങോട്ടും പോയിട്ടില്ല, എങ്ങും എത്തിയില്ല, ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് തോന്നുന്നുണ്ട് രണ്ടു പേർക്കും. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. എന്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് സക്സസ് ആകാനുള്ള ഇതിലാണ്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നേരിട്ട് കണ്ട് സംസാരിച്ച് അത് റീകൺസിലിയേഷനിൽ എത്തിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇവിടെ കേട്ടോ. ചിലപ്പോൾ മറ്റേ ആൾക്ക് പൊതുവേ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരും വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത വേറെ ഏതോ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊരു ചിന്തയാണ് വരുന്നത്. പിന്നെ തേർഡ് പാർട്ടിയെ തപ്പിപ്പിടിക്കാനുള്ള തത്രപ്പാട്ടിൽ അവിടെ ഓടി നടക്കുന്നു, ഇവിടെ ഓടി നടക്കുന്നു, ഭാഗ്യ ബഹളം. തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു തേർഡ് പാർട്ടി അവിടെ കൊണ്ടുവരാനാണ് ചെയ്യുന്നത്, ആണായാലും പെണ്ണായാലും. മനസ്സിലായോ? അപ്പോൾ ഒരു ടെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു അക്വേറിയസ്, വെർഗോ ഇത്രയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ്? ഒരാൾ ഭയങ്കരമായിട്ട് ഓവർ കമ്മിറ്റഡ് ആണ്. ഓക്കെ, ഇവിടെ ഓവർ കമ്മിറ്റഡ് ആവുമെന്ന് വെച്ചാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ തിരിച്ച് വരാൻ. ഇപ്പോൾ ഒരാൾ മുമ്പോട്ട് പോയല്ലോ, അയാളുടെ സിറ്റുവേഷനാണിത്. ഒരാൾ മുമ്പോട്ട് എന്തായാലും ഇനി പ്രൂവ് ചെയ്യാണ്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു വാശിക്ക് എന്താ പറയുക, കിണറ്റ് ചാടിയാൽ 10 വാശി വന്നാലും തിരിച്ച് കയറാൻ പറ്റില്ല എന്ന സിറ്റുവേഷനാണ്. നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ ഒരാളോട് വഴക്കിട്ട് നമ്മളൊരു സിറ്റുവേഷൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയാലേ, ഈ ജോലി നോക്കി, ആ ജോലി നോക്കി, ഇങ്ങനൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്, അതെല്ലാം സമയമെടുക്കും. അപ്പോൾ പെട്ടെന്ന് എന്നുവെച്ചാൽ നമ്മൾ തുടക്കക്കാരാകുമ്പോഴത്തേക്കും നമ്മൾ കയറി കമ്മിറ്റ് ചെയ്യും എല്ലാത്തിനും. അവസാനം ഓവർ ബേർഡൻ ആവും, ഇത് എന്ത് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇവിടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഒരു രണ്ടും കൽപ്പിച്ചാണ്. പക്ഷേ ഇപ്പോൾ റിലേഷൻഷിപ്പ് അകന്ന് കഴിഞ്ഞപ്പോഴാണ് റിയാലിറ്റി ഫേസ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഒരാളപ്പോൾ അയാൾ മിണ്ടുന്നില്ലെങ്കിലും വീട്ടിലൊരാളുള്ളപ്പോൾ പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ള ആൾ. അത് കഴിയുമ്പോൾ സെപ്പറേറ്റഡ് ആകുമ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓവർ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ വരും നിങ്ങൾക്ക്, ഈ പുറത്തേക്ക് പോയേക്കുന്ന ആൾക്ക്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു പണ്ടൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നവരൊക്കെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ആകെ ബഹളം. അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസ്. ഇവിടെ അമ്മ, അപ്പോൾ നിങ്ങളൊരു അമ്മയും കുഞ്ഞുമാണ്, ഒരു മദറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു മദറാണ്. എന്തായാലും ഫാദർ ഓഫ് സ്വേർഡ്സ്. എന്നാൽ പിന്നെ നീ ഇറങ്ങിയില്ലേ, ഇനി നീ നോക്ക്, കൊച്ചിനെയും നീയും നോക്ക്. ഒരു ഫീമെയിൽ എനർജിയും മെയിൽ എനർജിയും തമ്മിലുള്ള ഫൈറ്റാണ്, ഹസ്ബൻഡ് വൈഫാന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നീ തന്നെ നോക്ക്, നീ പറഞ്ഞതുപോലെ തന്നെ നീ നോക്കുന്ന ഒരാൾ കൈകെട്ടി നിൽക്കുകയാണ്, എന്താണ് ഉണ്ടാവുക നോക്കാം എന്ന മട്ടിൽ. അപ്പോൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളിലേക്ക്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, നിങ്ങൾക്ക് പൈസ തരുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾ എന്തായാലും തമ്മിൽ തന്നെ പ്രൂവ് ചെയ്യാനല്ല ഇറങ്ങിയതെന്നാൽ നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യുന്നതാണ് ഈ പേഴ്സൻ്റെ മൈൻഡ്. ഭയങ്കര സ്ട്രോങ് ആണ്. ഈ സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എപ്പോഴും സോഫ്റ്റായിട്ട് പെരുമാറുന്ന ഒരാളാണിത്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്താണെന്ന്. കുഞ്ഞിനെ നോക്കുന്നില്ല, നിങ്ങളെ നോക്കുന്നില്ല, എന്നാൽ നിങ്ങൾ പ്രൂവ് ചെയ്തിട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതൊരു ബേർഡനായിട്ട് വരുന്നത്, സീക്രട്ടാണ്, ഒരു ബേർഡനാണ്, സ്റ്റക്കായി, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ. ഇതെങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകും? ചെയ്തത്
മണ്ടത്തരമായി പോയോ എന്നൊരു സംശയമുണ്ട് ഇവിടെ. മൂൺ കാർഡ് കാണുന്നുണ്ട്. സീക്രട്ടായിട്ട് വെച്ചേക്കാം. നിങ്ങളൊരു സത്യം പറയുന്ന ആരോടും പറയുന്നില്ല. നിങ്ങളിപ്പോഴും പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഇനിയിപ്പോൾ തോറ്റു പോയാലോ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പൈസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങൾ സ്റ്റക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. മുമ്പോട്ട് വെച്ച കാല് തിരിച്ചെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ പുറകെ നടന്നുണ്ടാവും, ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, അതൊരു പ്രശ്നമായി. യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിലാണ്. യൂണിവേഴ്സ് എന്താ പറയുന്നത്? സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. അപ്പോൾ നിങ്ങൾ എടുത്ത കാല് പുറകോട്ട് എടുക്കണ്ട, നിങ്ങളിത് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പൊക്കോളൂ. നിങ്ങൾ ശരിയായ വഴിക്കാണ്, നിങ്ങൾ സക്സസ്ഫുൾ ആകും. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തിരിച്ച് പോകണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു അതിശയമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരാൾ രണ്ടും കൽപ്പിച്ച് പോയി വഴിതെറ്റി നിൽക്കുകയാണ്, എന്ത് ചെയ്യണം? അപ്പോൾ ഉള്ളിൽ ഡൗട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തണം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണ്, നിങ്ങൾ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് എടുക്കണ്ട, നിങ്ങൾ നേരെ തന്നെ പൊക്കോളൂ എന്ന് നിങ്ങൾക്കൊരു അഡ്വൈസ് തരുന്നത് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യൂണിവേഴ്സ് കണ്ട ഓരോരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് യൂണിവേഴ്സിന്. കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ വെച്ചോളൂ, മുമ്പോട്ട് പോയിക്കോളൂ, സക്സസ് ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ്. അപ്പോൾ തിരിഞ്ഞ് വരണ്ട കേട്ടോ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുമെന്ന് വെച്ചാൽ നിങ്ങളൊരു തീരുമാനം വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, അപ്പോൾ അത് തീരുമാനം പോലെ നടക്കട്ടെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. വളരെ നല്ല കാര്യമാണ്. അതാണ് ഗുഡ് ഫോർച്യൂൺ. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഒരു പൂച്ചക്കുട്ടി അവിടെയും കരയുണ്ട്, അവനോടൊക്കെ അത് ഡിസ്റ്റർബൻസ് ആവണമെങ്കിൽ ക്ഷമിക്കണം, ഞാൻ അകത്തേക്ക് കയറ്റുന്നില്ല അവനെ. ഇത് മൂന്നാമത്തെ റീഡിംഗ് ആണ്. മൂന്നാമത്തെ റീഡിങ്ങിൽ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി. നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? പൂച്ചക്കുട്ടികളാണെങ്കിലും ഭയങ്കര വാശിക്കാരാ, അവന്മാർ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി, ഞാൻ എല്ലാത്തിനെയും അകത്തിട്ട് കൂട്ടിയേക്കാം, അതുകൊണ്ടാണ് വെച്ചെടുക്കുന്നത്, സോറി കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി. ഓക്കെ, ഡെവളും 10 ഓഫ് കപ്സ് റിവേഴ്സും ഡെവളുമാണ് വന്നേക്കുന്നത്. ആരുടെയോ ഒബ്സഷൻ കൊണ്ട് അല്ലെങ്കിൽ ആരുടെയോ അഡിക്ഷൻ കൊണ്ട് ജീവിതം അങ്ങനെ തന്നെ താറുമാറായ, സന്തോഷവും സമാധാനവും എല്ലാം താറുമാറായ ഒരാളെ ഇവിടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാം ഫാമിലി ഇതായി, ഒരാൾ ചിലപ്പോൾ വെള്ളം ചിലർ കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എല്ലാം വിറ്റ് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും അഡിക്ഷനിലേക്ക് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. കാപ്രിക്കോൺ കാണിക്കുന്നുണ്ട്, ഒബ്സസ്ഡ് ആയിട്ട് ഓരോ കാര്യത്തിൻ്റെ പുറകെ പോകുന്നു. അപ്പം ഇവിടെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു, നല്ലൊരു ഫാമിലി ആയിരുന്നു. പക്ഷേ ഒരാളുടെ ഈ ഇത് കാരണം ഒരു ലൈഫ് ഒരു കുളമായ പോലെ കേട്ടോ. പക്ഷേ ഈ ഡെവിളിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്റ്റാറും ഫാദർ ഓഫ് വേർഡ്സുമാണ്. അപ്പോൾ ഒരാളൊരു സ്റ്റാൻഡ് എടുത്തേക്കാണ്. അത് വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ, പക്ഷേ ഫാമിലിയാണ്. ഹസ്ബൻഡോ വൈഫോ ആരോ ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തു, വേണം എനിക്ക്, പക്ഷേ ഈ സ്വഭാവം വെച്ച് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ സ്വഭാവം മാറ്റിയിട്ട് നമുക്കൊരു റീകൺസിലിയേഷൻ പോവാം. നിങ്ങൾക്ക് ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെർഗോ, പൈസീസ്, അക്വാരിയസ്, കാപ്രിക്കോൺ, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ രണ്ടുപേരും എനർജി. ഇത് ഞാൻ എടുക്കുകയാണ്. ഇത് ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾ. നിങ്ങൾ കുട്ടികളുണ്ടോ? അപ്പോൾ കുട്ടികളുടെ ഫ്യൂച്ചറൊക്കെ ഒത്തിരി പ്രശ്നത്തിലാണ്. ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ എനർജി. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അയാളെല്ലാം മീൻസ് അയാൾ ഒരു എല്ലാം ഉണ്ട് ഫാമിലി. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ രണ്ടുപേരും കൂടെ നല്ലൊരു ഫാമിലി കെട്ടിപ്പടുത്തുകൊണ്ട് വരുമ്പോൾ ഒരാൾ എന്തിലോ പെട്ടിട്ട് അയാൾ ഒബ്സഷനായിട്ട് എല്ലാം നശിപ്പിച്ച് കളയാണ്. അപ്പോൾ മറ്റേയാൾ പിന്നെ ലൈഫ് തുടങ്ങാനായിട്ട് നിർബന്ധിതയാകുന്നു അല്ലെങ്കിൽ നിർബന്ധിതനാകുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ വർഷങ്ങൾ ജോലി ചെയ്തിരുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾ പണ്ട് ചെയ്തിരുന്നത് അതൊക്കെ പൊടി തട്ടി ഇനിയിപ്പോൾ ട്രെയിനിങ്, പുതിയ സ്കില്ല്, ഇനിയിപ്പോൾ പുതിയ ജോലി നോക്കണമെങ്കിൽ പുതിയ സ്കില്ല് വേണം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണിപ്പോൾ കേട്ടോ, ആരോ ഒരാളിതിൽ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഒരു ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് എന്തായാലും ഇവിടെ എനിക്ക് ഇതിൽ നിന്ന്
ഇതിപ്പോൾ എപ്പോഴും ഇങ്ങനെ മീൻസ് ബുദ്ധിമുട്ടി ജീവിക്കാൻ വയ്യ. അപ്പോൾ മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ കേപ്പബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഞാനൊരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് ഒരാളുടെ എനർജി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. സിറ്റുവേഷൻ എന്താണ്? ഇറങ്ങിപ്പോയിട്ടില്ല ആരും കേട്ടോ. അതുപോലെ തന്നെ മറ്റേ ആൾക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്, ഗിൽറ്റി കോൺഷ്യസ് ആണ് ആൾ, ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ തന്നെയാണ്, പക്ഷേ ഒരു അകൽച്ചയുണ്ട് രണ്ടുപേർക്കും. മറ്റേ ആളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മാത്രമേ ഇനി ഞാൻ നിങ്ങളുടെ വൈഫായിട്ടോ ഹസ്ബൻഡായിട്ടോ ഇരിക്കുകയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 8 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസും ഹാപ്പിനെസ്സും ഇല്ല. ഇത് ഒരാവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഡിവോഴ്സിന് പോകണമെന്ന് ഒരാളുടെ മനസ്സിലുണ്ട്, പക്ഷേ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഡിവോഴ്സിലേക്ക് പോയാൽ ഇവിടുത്തെ ഹാപ്പിനെസ് മൊത്തം പോകും. അതുപോലെ ഇപ്പോൾ അൺഹാപ്പി സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ ഒരാൾ സത്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കും, മറ്റേ ആൾ എന്തോ അബദ്ധത്തിൽ ചെന്ന് ഒരു കാര്യം ചെയ്തിട്ട് അത് അബദ്ധമായി, അതുകൊണ്ട് ഞാൻ തെറ്റുകൾ ഏറ്റു പറയണം, എനിക്ക് അപ്പോളജൈസ് ചെയ്യണം, കുറ്റബോധമുണ്ട് ഒരാൾക്ക്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അതൊരു 100% കമ്മിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ നീ കുടിക്കില്ല, നീയാണ് സത്യം എന്നൊക്കെ പറഞ്ഞാൽ പിറ്റേ ദിവസം പോയി കുടിച്ചു വരുന്ന ആൾ. അപ്പോൾ നിങ്ങൾക്ക് അതല്ല വേണ്ടത്. പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ട് പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം പേഴ്സൻ്റെ സ്വഭാവത്തിന്. അതാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടില്ല. രണ്ടുപേരും റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ടില്ല. ലിയോ ഉണ്ട്, ലീബ്ര ഉണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്? ഇനിയത്തെ ആക്ഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ. ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ കേട്ടോ. ഒരു രണ്ടാമത് നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങും. അതിനുള്ള വ്യത്യാസങ്ങൾ ഈ പേഴ്സൺ രണ്ടുപേര് സ്വരുമയോടെ രണ്ടാമത് തുടങ്ങും റിലേഷൻഷിപ്പ് കേട്ടോ. അതിൽ ടെൻഷനൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് അത് ഇമ്മീഡിയറ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് തുടങ്ങും നിങ്ങൾ രണ്ടുപേരും വിട്ടുള്ള. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും വർക്ക് ചെയ്യും ആ പേഴ്സൻ്റെ ഈ ക്യാരക്ടർ മാറ്റാൻ വേണ്ടി. മാരീഡ് അല്ലേ, അപ്പോൾ രണ്ടുപേരും മാരീഡ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ. ഇത് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ നിങ്ങൾ വിട്ടു പോവില്ല രണ്ടുപേരും കേട്ടോ. റിലേഷൻഷിപ്പിൽ നിൽക്കും. കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും, കുറേ വഴക്കുകൾ. ചിലപ്പോൾ ഒരാൾ വഴക്കിടില്ലായിരിക്കും, ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കും. 6 ഓഫ് കപ്സ് ഇവിടെ കാണിക്കും. നിങ്ങൾ ചിലപ്പോൾ കുറേ കഷ്ടപ്പാടിൽ കൂടെയൊക്കെ ഒരുമിച്ച് പോയവരായിരിക്കും, ചിലപ്പോൾ ഒന്നിച്ച് വളർന്നതായിരിക്കാം, ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം, ഒന്നിച്ച് ജോലി ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. നല്ല നല്ല ഓർമ്മകളുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നോക്കിയാലും നിങ്ങൾ ഇല്ല, പുതിയതൊരു തുടക്കം. ഇവിടെ പുതിയൊരു തുടക്കമാണ് എയ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എയ്സ് ഓഫ് വാൻസും കാണിച്ചു, എയ്സ് ഓഫ് പെൻറ്റക്കിളും കാണിച്ചു. ഫിനാൻഷ്യലി അതുപോലെ തന്നെ നിങ്ങൾ വളരെ പാഷനറ്റായിട്ട് രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അതിലൊരു ടെൻഷൻ വേണ്ട. ഇത് ടോറസ് സോഡിയാക് സൈനാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ്? ഒരു ഗൈഡൻസ് തന്നെ ഭഗവാനെ, ഒരു ഗൈഡൻസ് തന്നെ ഭഗവാനെ, ഗൈഡൻസ് തന്നെ ഭഗവാനെ. എന്താണ് ഗൈഡൻസ് തരാൻ പറ്റും? എന്ത് ഗൈഡൻസ് ആണ് തരാൻ പറ്റും ഭഗവാനെ? നമ ശിവായ, ഓം 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 നമ ശിവായ. ഇത്രയും കാർഡാണ് തിരിഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാർഡ് കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തണം എന്നാണ് പറയുന്നത്. കുറ്റബോധം മാത്രം പോരാ. നിങ്ങളുടെ പേഴ്സണലുള്ള റീഡിംഗ് ആണ്. പുള്ളിയൊന്ന് കാണിക്കുക, പുള്ളിയോ സ്ത്രീയോ ആരാണാവോ, അപ്പോൾ അവരൊന്ന് കാണിക്കുക. കാരണം ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ല, തെറ്റ് തിരുത്തണം എന്നാണ് പറയുന്നത്. ചേഞ്ച്, വലിയൊരു ചേഞ്ച് നടക്കാൻ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിനായിരിക്കാം, നിങ്ങൾക്ക് നല്ലതായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ചീത്തയായിരിക്കാം. എന്നാലും വലിയൊരു ചേഞ്ച്, നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ക്ഷമിക്കാനും പോസിറ്റിവിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എംബ്രേസ് ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ ക്ഷമിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് എല്ലാം ശരിയാവുമെന്ന് ചിന്ത മനസ്സിൽ വരുത്തുക. ഡിവൈൻ ടൈമിങ്, ശരിയായ സമയത്ത് എല്ലാം ശരിയാകും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡീടോക്സ് ചെയ്യണം. ടോക്സിക് ആണ് സിറ്റുവേഷൻ, അത് നിങ്ങൾ അതാണ് ഡെവിൾ എനർജി നമ്മൾ കണ്ടില്ല. അതന്നെ ടോക്സിക് ആണ് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണം എന്നാണ്, ക്ലെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് ചിലപ്പോൾ മെഡിറ്റേഷനോ യോഗയൊക്കെ ചെയ്യാം.
അത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഓറക്കിൾ മെസ്സേജസ് വന്നു. അപ്പോൾ ഇതാണ് റീഡിങ്. ഞാൻ സോഡിയാക് സൈൻസ് സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നുകൊണ്ട് എടുത്ത റീഡിങ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം ഈശ്വരൻ തരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.